നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളെ ഭയക്കാറുണ്ട്. ശരിക്കും എന്തിനാണ് നമ്മൾ പ്രതിസന്ധികളെ ഭയക്കുന്നത്? പ്രതിസന്ധികൾ ജീവിതത്തിൽ ആവശ്യമാണ് വളർച്ചയുണ്ടാവാനായിട്ട്. പ്രതിസന്ധികൾ ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാവാറുള്ളൂ. ഇത്തരത്തിൽ ചെറിയ ചെറിയ എന്നാൽ വലിയ ചിന്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കുമ്പിളപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അത് മറുകിൻ്റെ സൈസ്, മറുകിൻ്റെ ലൊക്കേഷൻ, ഇപ്പോൾ കണ്ണിൻ്റെ തൊട്ടടുത്തുള്ളൊരു മറുക്, അത് നമുക്ക് ലേസറിലെടുക്കാം. നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും നോൺ വെജ് കഴിക്കുന്നവരാണ്. നോൺ വെജ് കഴിക്കുന്നവർക്കായി ഒരു ടിപ്പുണ്ട്. നോൺ വെജ് പാകം ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ കുറച്ച് കൂടുതൽ നേരം പാകം ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു കുക്കറി സെഗ്മെൻ്റാണ്. നമസ്കാരം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന വിഭവം കുമ്പിളപ്പമാണ്. വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കുമ്പിളപ്പം. ഇതിനാവശ്യമുള്ള ചേരുവകൾ: അരിപ്പൊടി, തേങ്ങ, ശർക്കര, ഏലക്കായ, ചുക്ക്. വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഇത് വെച്ചിട്ട് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിലുണ്ടാക്കാം. പ്ലാവിൻ്റെ ഇല വെച്ചിട്ടാണ് ഈ കുമ്പിള് കുത്തിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ മടക്കി ഒരു ഇറുക്കിൽ വെച്ച് കുത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം അരിപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അരിപ്പൊടി നല്ല ഇടിയപ്പത്തിൻ്റെ പൊടിയായിരിക്കണം. നന്നായിട്ട് പൊടിക്കണം. പുട്ടിൻ്റെ പൊടിയല്ല, നന്നായി ഇടിയപ്പത്തിന് ആവശ്യത്തിനുള്ള ആ ഒരു നല്ല പരുവത്തിലായിരിക്കണം. എന്നാലേ കുഴഞ്ഞു കിട്ടുള്ളൂ. ഇത് നല്ല നൈസായിട്ട് ഉള്ള പൊടിയായിരിക്കണം. പാത്രം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് വറുത്ത് വരുന്ന ഒരു ഇതായി കഴിഞ്ഞാൽ, ഒന്ന് വറവായി കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് വറുത്ത് വരണം. ഒന്ന് വറുത്ത് വന്നാൽ ഇതിനകത്തേക്ക് ഇത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇത് ഇടാം. ഇത് ചൂട് പൊടിയാണ്. ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് ഇതിനകത്ത് ഇത് പാകത്തിനുള്ള അളവിൽ ഇതായിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ഉരുളകളായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഉരുളകളായിട്ട് ഇങ്ങനെ തന്നെ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള മിശ്രിതം, അതായത് നാളികേരം, ശർക്കര, ഏലക്കായ, ചുക്ക്, ഈ നാലും കൂടി നന്നായിട്ട് തിരുമി ഇതിനകത്തേക്ക് ഫിൽ ചെയ്യാനുള്ള ഇതായിട്ട് എടുത്തു വയ്ക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം, ശർക്കര, ഏലക്കായ, ചുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് തിരുമി എടുത്തു വയ്ക്കാൻ പോവാണ്. നാളികേരം, ശർക്കര, ചുക്ക് പൊടിയാക്കിയതാണ്, ഏലക്കായ,
ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇത് തിരുമണം. തിരുമ്മി ഇതിൻ്റെ ഈ മിശ്രിതം ഇനി ഇത് തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ചേർത്ത് തിരുമ്മി വന്നപ്പം വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു പരുവമൊക്കെ ഇതിനകത്ത് ആയിട്ടുണ്ട്. ഇനി വേറെ നമ്മൾ ചൂടുവെള്ളമൊന്നും ചേർക്കൊന്നും ചെയ്യരുത്. ഇത് നന്നായിട്ട് ഇനി ഇതിനകത്തേക്ക് ഇറങ്ങി വരും. വെന്ത് വരുമ്പോൾ നമ്മൾ കുമ്പിൾ കുത്തിയിരിക്കുന്നതിനകത്ത് ഒരു മാവിൻ്റെ ഉണ്ട വെച്ചിട്ട് ഇതൊന്ന് പരത്തി ഇതിനകത്ത് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ എന്താ പറയുക, മാവ് വിട്ടുപോകാത്ത രീതിയിൽ ഇത് ഒട്ടിച്ചിങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഈ തേങ്ങ മിശ്രിതം എടുത്ത് ഇത് നിറച്ച് ഇതിൻ്റേത് ഇത് ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇത് തുറന്നു വരുമോ എന്നുള്ള പേടി ഉണ്ടാവും. അപ്പോൾ അന്നേരം അത് ഈ ഞെട്ട് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതിനകത്തേക്ക് അമർത്തി വെച്ചതിന് ശേഷം ഇത് ഓരോന്നോരോന്ന് ഇഡ്ഡലിയുടെ ചെമ്പിനകത്തേക്ക് വെച്ചു കൊടുക്കും. ഓരോരോ ഉരുളയെടുത്ത് ഇത്രയും ചെറിയ ഉരുളകളെടുത്ത് ഇതിനകത്ത് നിറയെ കുമ്പിളപ്പം അടുപ്പത്തേക്ക് വയ്ക്കാനുള്ള ഇതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് വെള്ളം ഒന്ന് ഇഡ്ഡലി തട്ട് വെച്ചതിന് ശേഷം വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പം ആവി വരുമ്പം ഇതെല്ലാം ഒന്ന് പെറുക്കി വെച്ചതിന് ശേഷം അടച്ച് ഒരു 10-15 മിനിറ്റോളം ഒന്ന് വേവിക്കണം. നമുക്ക് അടുപ്പത്തേക്ക് അപ്പച്ചെമ്പ് വെച്ച് ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് ആവി വരുന്ന സമയമാകുമ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുമ്പിളപ്പം എടുത്ത് നിരത്തി വെച്ച് അടച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കും. ആവി വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പിളപ്പം എടുത്ത് വയ്ക്കാം. അടച്ച് വെച്ച് 10-15 മിനിറ്റ് വരെ വേവിക്കും. നമ്മുടെ കുമ്പിളപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് പാത്രം തുറന്ന് അപ്പം ആയിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് സേവ് ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റാം. കുമ്പിളപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. താങ്ക്സ്. പലപ്പോഴും കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കരകൗശല വസ്തുക്കൾ കാണാനും വാങ്ങാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ വിലയാണ് ഭയങ്കരം. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചന്ദ്രലേഖയിൽ കാണാൻ പോകുന്നത് മനോഹരമായൊരു ക്രാഫ്റ്റ് സെഗ്മെൻ്റ് ആണ്. നമസ്കാരം, എൻ്റെ പേര് റീമ ലൈജു. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോട്ടെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ്. ഈ
ഈ കമ്മൽ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഹാങ്ങിങ് കൊളുത്ത്, ഗോൾഡൻ റെഡ് ആൻഡ് മെറൂൺ ഗോൾഡൻ ബീഡ്സ്, ഒരു പെപ്പർ, ഒരു ഗോൾഡൻ ബോൾ, ഏറ്റവും ചെറിയ ഗോൾഡൻ ബോൾ, ഫ്യൂസ് വയർ ഇങ്ങനെ 2 എൻഡ് പോയിന്റും ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു കമ്പി പോലെ കാണും. അതിൽ ഇവിടെയും ഒരു റൗണ്ട് ഷേപ്പിലൊരു ബോൾ കാണും, ഇവിടെയും റൗണ്ട് ഷേപ്പിലൊരു ബോൾ കാണും. നമുക്കത് 2ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ നീളത്തിനനുസരിച്ച് ഇയറിങ്ങിന് എത്ര സ്റ്റഡ്സ് വേണോ അതിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്ത് ഫ്യൂസ് വയർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫ്യൂസ് വയർ കട്ട് ചെയ്യുകയാണ്. ഹാങ്ങിങ് കൊളുത്തിലാണ് ചെയ്യുന്നത്. ആ ഫ്യൂസ് വയറിൽ ആദ്യം ഈ സീറോ ബോൾ ഇടുന്നു. സീറോ ബോൾ ഇട്ട് ആ ഗോൾഡൻ ബോൾ വെച്ച് ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു പെപ്പർ ഇതേപോലെ നമുക്ക് ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ കളറിലുള്ള ഏതെങ്കിലും ബീഡ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. ആ കളർ ഏതാണോ കൊടുക്കേണ്ടത് അതിൻ്റെ കോമ്പിനേഷൻ ഒന്ന് ഇവിടെ അല്ലെങ്കിൽ താഴെ കൊടുക്കണമെങ്കിൽ താഴെ കൊടുക്കാം. നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കത് സ്വയം ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ഹാങ്ങിങ് കൊളുത്തിൻ്റെ താഴെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട്, അതിലോട്ട് ഈ ഫ്യൂസ് വയർ കയറ്റുക. കയറ്റി അതൊരുവിധം സ്റ്റക്ക് ആവുന്ന രീതിയിൽ ഒരു ചെറിയ ഹാങ്ങിങ് വരുന്ന രീതിയിൽ ഫ്യൂസ് വയറിൽ ഹാങ്ങിങ് വരുന്ന രീതിയിൽ അതാക്കി പ്ലെയർ കൊണ്ട് ഇറുക്കി ടൈറ്റ് ചെയ്യുക. ചുമ്മാതെ റൗണ്ട് ചെയ്ത് കൊളുത്തിയാണ്. എന്നിട്ട് അത് ഫിറ്റായി ഹാങ്ങിങ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ എൻഡ് പോയിൻറ്റ് ഒന്നി അത് പ്ലക്കർ വെച്ച് ടൈറ്റ് ആക്കുക, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതിങ്ങനെ വരും. എന്നിട്ടും അതിൻ്റെ ആ എൻഡ് പോയിൻ്റ് ഇങ്ങനെ കോർത്ത് നിൽക്കും. അത് നമ്മൾ ഫിനിഷിങ് പ്രൊഡക്റ്റിലേക്ക് മാറ്റും. ടൈറ്റ് ചെയ്ത് ഹാങ്ങിങ് ആക്കി എടുക്കും. ഇതേപോലെ തന്നെ നമുക്ക് സെയിം രീതിയിൽ തന്നെ നമുക്ക് ഈ റൗണ്ട് സ്റ്റഡ്സിലും നമുക്ക് ഹാങ്ങിങ് കൊളുത്തായിട്ട് വെച്ച് ഹാങ്ങിങ് സ്റ്റഡ്സ് ചെയ്യാം. ഇതാകുമ്പോൾ പിള്ളേർക്കൊക്കെ ഇടാൻ പാകത്തിന് ചെറിയ ബീഡ്സ് ഇട്ട് ഇതിൽ ഫ്യൂസ് വയർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഈ സൈക്കിൾ ലോക്ക് പോലത്തെ ഇയറിങ് ചെയ്യുവാണെങ്കിൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ ചെയ്യാൻ പാകത്തിന് ഇപ്പോൾ നമുക്ക് ഏത് കളറാണോ വേണ്ട, റെഡോ ഗ്രീനോ ഏതാണോ വേണ്ടത് അത് ഇതേപോലെ തന്നെ ഫ്യൂസ് വയർ കട്ട് ചെയ്യുക അതിൻ്റെ നീളത്തിനനുസരിച്ച്. ഫസ്റ്റ് ഫ്യൂസ് വയറിൽ സീറോ ബോൾ ഇട്ട് കൊടുത്ത് അതിൽ ഏത് കളറിൽ വേണോ അതെടുത്ത് ഇട്ട് അതിനൊരു ഫിനിഷിങ് വരാനായിട്ട് ഒന്നി ഒരു ക്യാപ്പോ അല്ലെങ്കിൽ പെപ്പറോ ഇട്ട് കൊടുക്കുക. ക്യാപ്പ് ഇടുമ്പോൾ അതിനൊരു ഫിനിഷിങ് റൗണ്ട് വന്നു. അത് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ ഈ റിങ്ങിലെ സർക്കിളിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ അത് ടൈറ്റാക്കി ഹാങ്ങിങ് ആയിട്ടുള്ള രീതിയിൽ വെച്ച് ഈ പ്ലഗ് യൂസ് ചെയ്ത് റൗണ്ട് ചെയ്യുക. നല്ല ടൈറ്റാക്കി റൗണ്ട് ചെയ്യണം. സെയിം പ്രോസസ്സിൽ ബാക്കിയുള്ള ബീഡ് കട്ട് ചെയ്യുക. ഫിനിഷ് ചെയ്ത് എടുക്കുക. ഇത് ഹാങ്ങിങ് കൊളുത്തിൽ ചെയ്തത്, ഇത് റൗണ്ടിൽ ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏത് ഡ്രസ്സിന് വേണ്ടതാണെങ്കിലും അതനുസരിച്ച് നമ്മുടെ കളർ കോമ്പിനേഷൻ ഏത് രീതിയിൽ ചെയ്യണമെന്ന് വെച്ച് അതേ ബീഡ്സ് വെച്ച് നമുക്കതുപോലെ സിമ്പിളായിട്ട് ഹാങ്ങിങ് കൊളുത്തിലോ സൈക്കിൾ ലോക്കിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ടു മൈ FB പേജ് ഡ്രിസിൽസ്. താങ്ക് യു. മറുകുന്ന മാത്രമല്ല പിന്നെ ഉണ്ട് നമുക്ക് ചിലർക്ക് കറുപ്പ് ഇത് കട്ടിയിൽ വരണ കണ്ടിട്ടില്ലേ, സെബോറിക് കെരറ്റോസിസ്. അതൊക്കെ ബിനൈൻ ക്യാൻസറസ് അല്ലാത്ത ഗ്രോത്തുകളാണ് സ്കിന്നിൽ. അങ്ങനെ ഒരുപാട് ഗ്രോത്തുകളുണ്ട് സ്കിന്നിൽ, എസ്പെഷ്യലി മുഖത്ത് കഴുത്തിൽ ഈ ഭാഗങ്ങളിലായിട്ട്. അതൊക്കെ അതൊക്കെ മിക്കതും വേറെ ഒന്നുമായി മാറില്ല.
ഈ പറയണ പോലെ ചിലർക്ക് മുഖത്ത് നിറച്ചും അത് വരുമ്പോൾ അത് എടുത്ത് കളയുന്നത് അതൊരു ഭംഗിയുടെ ഇതിന് വേണ്ടി മാത്രം. അത് ചെയ്യണ കുറേ പേരുണ്ട്. അത് യൂഷ്വലി സാധാരണ രീതിയിൽ ഉണങ്ങി വരും, വേറെ ഇതുകളൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, പുതിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ടാറ്റു ചെയ്യുന്നത് പരിപാടി. ടാറ്റു ചെയ്യുന്നത് ശരിക്കും എന്താ പറയുക, അത് ഹെൽത്തി ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? ഈ ടാറ്റുവിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റു ചെയ്യുന്നത് ആരാന്നനുസരിച്ചിരിക്കും. ഓക്കെ, രണ്ട് രീതിയിൽ ടാറ്റു ചെയ്യാം. ഒന്ന് പ്രൊഫഷണൽ ടാറ്റു ചെയ്യാൻ ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ സാധാരണ ഈ ടാറ്റു ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ചെയ്യണവർ നമ്മളിതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നീഡിൽസാണ്. അവർ ഉപയോഗിക്കുന്ന നീഡിൽസ് സേഫ് ആണോ, അത് മാറ്റുന്നുണ്ടോ, ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടാറ്റുവിൽ. അപ്പോൾ അത് ഒരു പ്രൊഫഷണലാണെങ്കിൽ, അതായത് പ്രോപ്പർ ടാറ്റു പാർലർ, ഓത്തറൈസ് ടാറ്റു പാർലേഴ്സ് ആണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഉള്ളത് ഇവർ ഉപയോഗിക്കുന്ന ഇങ്ക്. ഓക്കെ, അപ്പോൾ എപ്പോഴും സാധാരണ ഒരാൾ ചെയ്യുന്ന ടാറ്റു, അത് നമ്മൾ ഈ പച്ചകുത്ത അങ്ങനത്തെ സാധാരണ ചെയ്യുന്ന ഒരാൾക്ക് ആ ഇങ്ക് കുറേയും കൂടി സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ലെയറിലായിരിക്കും അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്കത് വേണ്ടാന്ന് തോന്നുക, എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരാൾ ചെയ്യുന്ന ടാറ്റു ആണ് എടുക്കാൻ എളുപ്പം. ഓക്കെ, പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ഇങ്ക് ചിലർ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കും, 2-3 കളർ. അപ്പോൾ ആ കളറിനെ ഡിപ്പെൻഡ് ചെയ്ത് കളർഫുൾ ടാറ്റൂസ്. പിന്നെ ചില കളറുകൾ കൂടുതൽ ഡിഫിക്കൽട്ടാണ് റിമൂവ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ വളരെ കുറച്ച് പേർക്ക് ഈ ടാറ്റു ചെയ്യുന്ന സ്ഥലത്ത് അതിനോടൊരു അലർജി, ആ ഡൈയോടൊരു അലർജി. ഓക്കെ, അത് കൂടാതെ ടാറ്റു നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഉപയോഗിക്കുന്ന മെഷീൻ അത് നമ്മുടെ സ്കിന്നിന് ചെറിയൊരു ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഈ കിലോയിഡൽ ടെൻഡൻസി, അതായത് ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ തടിച്ചു പൊന്തി വരും സ്കാറ്, അതിനെ കിലോയിഡ് എന്ന് പറയുക, കിലോയിഡ് അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിക് സ്കാർ. അങ്ങനെയുള്ളവർ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടാറ്റു മുഴുവൻ അങ്ങ് റേസ്ഡ് ആയിട്ട് വരും. ഓക്കെ, അതൊരു ഫോം ഓഫ് സ്കാറിങ്. ഇല്ല, അത് മാറില്ല. അത് മാത്രമല്ല, അത് ട്രീറ്റ് ചെയ്യാൻ വളരെ പാടാണ്, അങ്ങനത്തെ സ്കാറിങ്, ആ ഒരു ടൈപ്പ് ഓഫ് സ്കാറിങ്. അത് വളരെ കോമൺ അല്ലെങ്കിലും അത് ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ കേസസ്, കിലോയിഡ്സ്. അത് എന്തൊരു പ്രൊസീജിയറിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ടാറ്റൂവിൽ എസ്പെഷ്യലി നമ്മൾ ഈ നീഡിൽ വെച്ചിട്ട് കറക്റ്റ് ആ കൊലാജൻ വരെ ചിലപ്പോൾ എത്തും. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആര് ചെയ്യണു, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്നാൽ പോലും ടാറ്റൂവിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. പിന്നെ ചെയ്യണ സ്ഥലത്ത് ചെറിയ ബ്ലീഡിങ് വരിക, അവിടെ ഇൻഫെക്ഷൻ കയറുക, ഇതൊക്കെയാണ്. പിന്നെ എപ്പോഴും ടാറ്റു ചെയ്യുമ്പോൾ ഈ നീഡിൽസിൻ്റെ ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ കുറേ അസുഖങ്ങളുണ്ട്, നീഡിൽസ് വഴി പകരുന്നത്, ബ്ലഡ് വഴി പകരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ ചന്ദ്രലേഖ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയും സംസാരിച്ചതിന് ഡോക്ടർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു ഡോക്ടർ. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണാം.